Hello friends, welcome back to our channel Mums Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റവ ഹൽവ ആയിട്ടാണ്. റവ കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഹൽവ ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ കടകളിൽ നിന്നൊക്കെയാണ് ഈ കളർ ചേർത്തതും അല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അത് ശരിയായിട്ട് രീതിയിലാണ് ഉണ്ടാക്കുന്നത് പോലും എന്നാണ് നമുക്കറിയത്തില്ല. എന്നാൽ നമ്മുടെ വീട്ടിലുള്ള ഒരു കപ്പ് 2 കപ്പ് റവ വെച്ചിട്ട് നമുക്കിതാ നല്ല സ്വാദുള്ള റവ ഹൽവ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 2 കപ്പോളം ഉള്ള റവയാണ് ചേർത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന മെഷർമെൻറ്റ് കപ്പ് എന്ന് പറയുന്നത് 200 ml മെഷർമെൻറ്റ് കപ്പാണ്. അപ്പോൾ മെഷർമെൻറ്റ് കപ്പിൽ കാര്യമൊന്നുമില്ല, 2 കപ്പ് ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അത് 2 കപ്പ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് വറുത്ത റവയാണ്, വറുക്കാത്ത റവയും വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ റവയിലോട്ട് നമുക്ക് ഒരു മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു 1 മണിക്കൂറോളം 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്കിതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം. ഇത് കുതിർന്ന് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ പാലെടുക്കുന്നത്. ആ പാല് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹൽവ തയ്യാറാക്കുന്നത് കേട്ടോ. ഈ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഹൽവയാണ്. അത്രയും സോഫ്റ്റാണ്, നല്ല പഞ്ഞി പോലത്തെ ഹൽവയാണ്. അപ്പോൾ അതാ ഞാനൊരു 1 മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ഇപ്പോൾ അതേ കണ്ടില്ലേ, ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. റവ കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കൈ വെച്ചിട്ട് നമുക്ക് ഈ ഒരു റവ നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കണം. അപ്പോൾ എത്രത്തോളം നിങ്ങളിതിങ്ങനെ എന്താ പറയുക ഒന്ന് ഞെരടി കൊടുക്കുന്നു അത്രത്തോളം ആ പാല് നമുക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഈ തേങ്ങാപ്പാൽ എടുക്കുന്നത് പോലെയാണ്. ആദ്യത്തെ പാലെന്ന് പറയുന്നത് നല്ല തിക്കായിരിക്കും. രണ്ടാമതും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ പാൽ എടുക്കുക. പിന്നെ ഞാൻ ഇതിനകത്ത് 3 പ്രാവശ്യമാണ് എടുത്തിരിക്കുന്നത്. അതായത് 3 പാല് വരെ ഞാൻ എടുത്തിട്ടുണ്ട്. 1-ാം പാല്, 2-ാം പാല്, 3-ാം പാലെന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല. ആ റവ ആ കുതിർക്കുന്ന വെള്ളം അതിനെയാണ് നമ്മൾ ഈ പാലെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആദ്യത്തെ പാലൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ടുണ്ടായിരുന്നു ആ ഒരു റവയെല്ലാം. അപ്പോൾ ഞാൻ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കൊന്ന് അരിച്ചിട്ട് വേണം ആദ്യത്തെ ആ ഒരു പാൽ ഒഴിക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു അരിപ്പ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഒഴിക്കാം. അപ്പോൾ ആദ്യത്തെ പാൽ ഇത്രത്തോളമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ വീണ്ടും ആ റവയിലോട്ട് നമ്മൾ അടുത്ത കുറച്ചും കൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്ന് കൈകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ 2-ാം പാല് കിട്ടും. അപ്പോൾ അതും നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കണം. അങ്ങനെ 3 പ്രാവശ്യമാണ് ഞാനിതുപോലെ ഒന്ന് 2-ാമത്തെ തവണ വെള്ളം ഒഴിച്ച് 3-ാമത്തെ തവണയും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ പാലെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ആയി കിട്ടും കേട്ടോ നമ്മുടെ റവ. ഇതിനകത്തുള്ള പാലെല്ലാം എടുത്തെടുത്ത് ഈ ഒരു അവസ്ഥയിലെത്തും. അപ്പോൾ ഇത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അത് നമുക്ക് ഇനി ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഞാനത് കളയാൻ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതാ ഇത്രത്തോളം പാലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ ഇനി ഒരു മെഷർമെൻറ്റ് കപ്പിൽ അളന്നിട്ട് ഞാൻ പറയാം അത് എത്രയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ഒത്തിരി വെള്ളം പോലെ എടുക്കരുത്. 1, 2, 3 3-ാം പാല് വരെയൊക്കെ കുറച്ച് അത്രയും മതിയാവും. അതിനപ്പുറം നമ്മൾ പാലെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹൽവ ആയി കിട്ടാനൊക്കെ ഇച്ചിരി താമസം വരും. അപ്പോൾ അതാ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പാല്, ഈ റവയുടെ പാല് ഞാൻ വേറൊരു പാത്രത്തിനകത്തോട്ട് ഒന്ന് അരിച്ചിട്ട് ഒഴിക്കുകയാണ്. കാരണം ഇതിനകത്ത് എന്തെങ്കിലും റവയുടെ തരികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ അതിന് മുന്നേ എത്ര കപ്പ് ഉണ്ടെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ എനിക്ക് 6 കപ്പോളം ഉള്ള പാലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. 6 കപ്പ് 200 ml അളവിൽ 6 കപ്പ്. അപ്പോൾ ഇത് ഇനി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പാല് 6 കപ്പോളം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവയുടെ പാല് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളിതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് പതുക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊരു 5-6 മിനിറ്റിനകത്ത് ഇതൊക്കെ ഒരുവിധം നന്നായിട്ട് തന്നെ തിക്കും. ഒരുവിധം നന്നായിട്ട് തന്നെ തിക്കാവാൻ തുടങ്ങും. നമ്മൾ ഈ ഒരു കോൺഫ്ലവറൊക്കെ നമ്മളിങ്ങനെ കലക്കി കഴിയുമ്പോൾ നമ്മളൊന്ന് അടുപ്പത്ത് വെച്ച് ഇളക്കി കഴിയുമ്പോൾ തിക്കാവത്തില്ലേ, അതേപോലെ തിക്കാവും. അതായത് ഹലുവയുടെ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് തന്നെ വരും. അപ്പോൾ അതാ ഞാനതൊരു ഇടയ്ക്ക് ലോ ഫ്ലെയിമിൽ നിന്ന് ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം. അങ്ങനെ ലോ ഫ്ലെയിമും മീഡിയം ഫ്ലെയിമുമായിട്ട് മാറ്റി വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതവിടെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഒക്കെ ഒരു
കൺസിസ്റ്റൻസിയിലോട്ട് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാനിവിടെ 1 കപ്പോളം ഉള്ള പഞ്ചസാര, നമ്മൾ ഏത് മെഷർമെൻറ്റ് കപ്പിലാണോ ഏത് പാത്രത്തിലാണോ നിങ്ങൾ റവ എടുത്തത് അതേ പാത്രത്തിലുള്ള 1 കപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പം മധുരമൊക്കെ ഓരോരുത്തർക്കും ഓരോന്നനുസരിച്ചാണ്. ചിലവർക്ക് ഹൽവയ്ക്കൊക്കെ നല്ലതുപോലെ മധുരം വേണം എന്നുള്ളവരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം. ഞാനിവിടെ ഒത്തിരി മധുരത്തിൽ എടുക്കുന്നില്ല, കാരണം നമ്മളിത് കൂടാതെ ഇതിനകത്തോട്ട് ഇച്ചിരി കാരമലൊക്കെ ആക്കി പഞ്ചസാര ഒന്ന് ഉരുക്കിയിട്ടൊക്കെ ഒഴിക്കുന്നുണ്ട്. അതൊരു കളർ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു കാരമൽ ഈ ഒരു ഹൽവ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1 കപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് മധുരം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. അപ്പോൾ മധുരമൊക്കെ ഈ ഒരു സമയത്ത് വേണം നിങ്ങൾ ചേർക്കാനൊക്കെ. അപ്പോൾ ഇതാ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മധുരമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് ഞങ്ങൾക്ക് ഇവിടെ കറക്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഒന്നും കൂടെ ഇത് തിക്കാവണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അല്പം ഇങ്ങനെ കട്ടിയായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 2 ടീസ്പൂണോളമുള്ള നെയ്യ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് തന്നെ ഒഴിക്കുകയാണ് ഏറ്റവും നല്ലത്. ഹലുവയ്ക്കൊക്കെ എപ്പോഴും നെയ്യാണ് ടേസ്റ്റ്. അപ്പോൾ നെയ്യ് ഒഴിക്കും തോറുമാണ് ഇത് നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് വരിക. എത്രത്തോളം നിങ്ങൾ നെയ്യ് ഒഴിക്കുന്നോ അത്രയും നമ്മുടെ ഹലുവ അത്രയും സോഫ്റ്റ് ആയിട്ട് വരും. നല്ല പഞ്ഞ് പോലത്തെ ഹലുവയായിട്ട് കിട്ടും. അപ്പോൾ അതാ നെയ്യ് 2 ടീസ്പൂണാണ് ആദ്യം ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നെയ്യ് ആദ്യം ഇങ്ങനെ തെളിഞ്ഞൊക്കെ കിടക്കും. പക്ഷേ പയ്യെ അത് നമുക്കത് തെളിഞ്ഞു കിടക്കുന്നതൊക്കെ മാറി ഈ ഒരു എന്താ പറയുക റവയുടെ ഒരു മിക്സിനകത്തോട്ട് അല്ലെങ്കിൽ പാലിനകത്തോട്ട് ഇത് നന്നായിട്ട് തന്നെ അലിഞ്ഞു ചേരും. അപ്പോൾ നമുക്കത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ എന്നോട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഈ ഒരു നെയ്യ്ക്ക് പകരം ഞാൻ മുൻപൊക്കെ ഗോതമ്പ് കൊണ്ടുള്ള ഹൽവ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യനാണ് നെയ്യ്ക്ക് പകരം വെളിച്ചെണ്ണ ചേർക്കാവോ എന്ന്. വെളിച്ചെണ്ണയൊക്കെ ചേർക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നെയ്യ് ചേർത്താലുള്ള ആ ഒരു ടേസ്റ്റ് നമുക്ക് വെളിച്ചെണ്ണയിൽ കിട്ടത്തില്ല. പക്ഷെ ഇപ്പോൾ നെയ്യ്ക്ക് കഴിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വെളിച്ചെണ്ണ ആണെങ്കിലും ചേർക്കാം. അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഒന്നായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം ഞാൻ പഞ്ചസാര കുറച്ചൊന്ന് കാരമലൈസ് ചെയ്യുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു നിറം കിട്ടാനാണ്. നമ്മളിതിനകത്ത് ഈ ഹൽവയ്ക്കകത്ത് കളറൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ആ കളർ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 4 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളമുള്ള വെള്ളവും ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ നമുക്ക് വെക്കാം. ഇളക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിങ്ങനെ പതുക്കെ ഇനി ഇതിൻ്റെ നിറമൊക്കെ ഒരു ബ്രൗൺ കളറൊക്കെ ആവാൻ തുടങ്ങും. ബ്രൗൺ കളറായി ഇച്ചിരി ഒരു വെള്ളം പോലെയൊക്കെ വരാൻ തുടങ്ങും. പഞ്ചസാരയൊക്കെ ഉരുകിയിട്ട് ആ ഒരു കാരമലൈസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഷുഗർ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതപ്പോൾ നമ്മുടെ പഞ്ചസാരക്ക് കണ്ടോ ഇതേപോലെ ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി ഡാർക്ക് ആക്കിയതാണ് കേട്ടോ, കാരണം നമ്മുടെ ഹൽവ നല്ല ഡാർക്കായിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം അവിടെ ഓഫ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഉടനെ തന്നെ ആ പഞ്ചസാര അല്ലെങ്കിൽ ആ ഒരു കാരമലൈസ് ചെയ്തിട്ടുള്ളത്, ഷുഗർ കാരമലൈസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു നമ്മുടെ ഒരു റവയുടെ ആ ഒരു മിക്സിനകത്തോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഹൽവ പതുക്കെ നല്ലൊരു ബ്രൗൺ കളറായിട്ട് നല്ലൊരു നമ്മുടെ വീട്ടിൽ നമ്മൾ കടയിലൊക്കെ പോയി മേടിക്കുന്ന തരത്തിലുള്ള ഹൽവയുണ്ടല്ലോ, കറുത്ത ഹൽവയല്ല, അതിനേക്കാളൊക്കെ ഒരു ബ്രൗൺ ഹൽവ, ആ ഒരു ഹൽവയുടെ കളറിലോട്ട് വരും. അപ്പോൾ അത് നോക്കിക്കേ കണ്ടോ, നമ്മളിത് ആഡ് ചെയ്ത വഴിക്ക് കളറൊക്കെ ശരിക്കും അങ്ങ് മാറി. നമുക്കിനി ഇതിനകത്തോട്ട് ഒരു കളറൊന്നും ചേർക്കേണ്ടതില്ല. അപ്പോൾ ഇനി നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം. നമുക്കിത് ഈ ഒരു കൺസിസ്റ്റൻസി പോരാ. നമ്മുടെ ഹൽവയ്ക്ക് കുറച്ചും കൂടെ നല്ല തിക്കായിരിക്കണം. പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് നിൽക്കണം. ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് കൊണ്ടുവരണം. അതിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ തീരെ ലോ ഫ്ലെയിമിൽ തന്നെ ഇടേണ്ട കാര്യമില്ല. നമ്മൾ കൈവിടാതെ ഇളക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് ഇടയ്ക്ക് മാറ്റി, പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ മാറ്റി, അങ്ങനെ മാറ്റി നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാ ഞാൻ ഇതിനകത്തോട്ട് ഒരു 2 ടീസ്പൂണോളം കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഏലക്ക ഒരു 3 ഏലക്ക ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഏലക്കയുടെ തൊലിയോട് കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ തൊലി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാനതെടുത്ത് മാറ്റി വയ്ക്കും കേട്ടോ. കാരണം ഇതിനകത്ത് ഇടയ്ക്ക് ഏലക്കയുടെ തൊലി കഴിക്കാൻ കിട്ടുന്നത് നല്ലതല്ല. പക്ഷെ ഞാനൊരു ഫ്ലേവർ മുഴുവൻ കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ തൊലി അടക്കം ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതാ നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിനിടയ്ക്ക് ഒരു ടീസ്പൂൺ കൂടെ നെയ്യും കൂടെ ഒഴിച്ചായിരുന്നു. അത് ആ വീഡിയോ സ്പീഡാക്കിയപ്പോൾ അതിനകത്ത് പെട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ടീസ്പൂണും കൂടെ നെയ്യ് ഒഴിച്ചു. അത് ഒഴിക്കണമെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് തോന്നുകയാണ് അതിങ്ങനെ കുറച്ചിങ്ങനെ വിട്ട് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി ഇതിനകത്തോട്ട് ഞാൻ അല്പം കശുവണ്ടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം കശുവണ്ടിയും കൂടെ ഇല്ലാതെ ഹൽവ പൂർണ്ണമാവില്ല. അപ്പോൾ കശുവണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു ഹൽവയുടെ പരുവം കാണാൻ പറ്റും. നമുക്ക് പതുക്കെ പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്.
പക്ഷേ ഇത് മാത്രം പോരാ, കുറച്ചും കൂടെ നമുക്കൊന്ന് ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങണം. അപ്പോൾ അതുവരെ ഒരു 1.5 മിനിറ്റും കൂടെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇതാ നമ്മുടെ അലുവ ഇവിടെ റെഡിയായി. ഇതാ പാത്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അലുവയാണ്. നമുക്ക് ഇങ്ങനെ തന്നെ ചൂടാറി കഴിഞ്ഞെന്നാൽ കഴിക്കാൻ പറ്റും. നമുക്ക് സെറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇതൊരു ഹൽവയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനതൊന്ന് സെറ്റാക്കുന്നത്. ഇപ്പം നിങ്ങൾ സെറ്റാക്കാതെ കഴിക്കുക എന്നുള്ളത്, ഇത് ചൂടാറി കഴിഞ്ഞെന്നാൽ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു മധുരം പോലെ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് നല്ല സോഫ്റ്റാണ്. നമുക്ക് ഈ ഒരു പഞ്ഞിമിഠായിയൊക്കെ വായിൽ വെച്ച് ഇറങ്ങി പോകുന്നത് പോലെ അങ്ങ് ഇറങ്ങിപ്പോവും. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലൂടെ സെറ്റാക്കണം. അപ്പോൾ ഏത് പാത്രമാണ് എടുക്കുന്നത് ആ പാത്രത്തിനകത്തോട്ട് നമുക്കൊന്ന് നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കണം. എങ്കിലാണ് നമ്മൾ ഈ ഒരു ഹലുവ സെറ്റായി കഴിഞ്ഞെന്നാൽ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതാ ഞാനൊന്ന് ഈ നെയ്യൊക്കെ വെച്ചിട്ട് ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇനി പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ഹൽവ ഇതാ ഇതിനകത്തോട്ടൊന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് നല്ല ഭംഗിയല്ലേ കാണാൻ. നമുക്കിത് റവ കൊണ്ടാണ് ഈ ഒരു ഹൽവ ഉണ്ടാക്കിയെന്ന് കഴിക്കുന്നവർക്ക് മനസ്സിലാവില്ല, ഇത് ഉണ്ടാക്കിയവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ ഇത് റവ ഹൽവയാണെന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്വാദിഷ്ടമായിട്ടുള്ള റവ ഹൽവ റെഡിയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് സെറ്റാക്കാൻ വെക്കണം. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ ഇതിനകത്ത് കളറൊന്നും ചേർത്തിട്ടില്ല. ഈ ഒരു ഒറ്റ കളറും ചേർക്കാതെയാണ് നമുക്ക് ഈ ഒരു കളറിലോട്ട് കിട്ടിയിരിക്കുന്നത്. അതാ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെറ്റ് ആവാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം. അപ്പം ഞാനിവിടെ ഒരു 15-20 മിനിറ്റാണ് ഞാനൊന്ന് സെറ്റ് ആവാനായിട്ട് മാറ്റി വെച്ചത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്, വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഞാനൊരു 15 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി അതൊരു പാത്രത്തിനകത്തോട്ട് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഇതാ നമ്മുടെ ഹൽവ ഇവിടെ റെഡിയാണ്. ഇതാ നമ്മുടെ റവ കൊണ്ട് ഉണ്ടാക്കിയ സൂപ്പർ ഹൽവയാണ്. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ ഇവിടെ റെഡിയാണ്, റവ ഹൽവ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റവയൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ റവ വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.